ഷാനവാസിന്റെ ഇഷ്യൂ ലാലേട്ടൻ കുറച്ചേറെ നേരം സമയമെടുത്തു. നെവിനെ വഴക്ക് പറയണമെങ്കിൽ വഴക്ക് പറഞ്ഞു എന്നുമായി. എന്നാൽ അതിനകത്തെ കാര്യകാരണങ്ങൾ നമുക്ക് കാണിച്ചു തരികയും ചെയ്തു. ഒരു പായ്ക്കറ്റിന്റെ കവർ മാത്രമാണ് ഷാനവാസിന്റെ മേത്തോട്ട് ഇട്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചങ്ക് തകർന്നു പോകേണ്ട സംഭവമൊന്നുമില്ല, ഒരിക്കലും അത് ഇല്ലെന്നല്ല. പക്ഷെ ഇതിലും എത്രയോ വലിയ, ഇതിനെക്കാട്ടിലൊക്കെ എന്തേരം എഫേർട്ട് ഇട്ടാണ് അന്ന് ആ ബോൾ എറിയുന്ന, അതായത് പൊടി ഇടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് പൊടി ഇങ്ങനെ വീഴുന്നത്. ആ ബോൾ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് എന്ത് എഫേർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ അക്ബറിനെയൊക്കെ എറിയാനായിട്ട് ഷാനവാസ് ഇട്ടതെന്ന് നമുക്ക് ചിന്തിച്ചാൽ. സത്യം പറഞ്ഞാൽ ഇത്ര ലോല ഹൃദയമുള്ളവർ അന്ന് ഈ അസുഖം വരേണ്ടതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളി അന്ന് അത്രയും എഫേർട്ടൊക്കെ ഇട്ടത് കൊണ്ടാണോ പെട്ടെന്ന് ഇങ്ങനെ ആയതെന്നും എനിക്ക് സംശയമുണ്ട്. കാരണം പെട്ടെന്ന് ശരീരത്തിനുണ്ടാകുന്ന ആ ഇളക്കം തട്ടിയത് കൊണ്ടാണ്. കാരണം അത്രയും ഒന്നും ഇളക്കം ഈ നെവിനുമായിട്ടുള്ള വിഷയത്തിൽ ഉണ്ടായില്ല എന്ന് ലൈവ് കണ്ട ആർക്കും മനസ്സിലാവും, അല്ലെങ്കിൽ തന്നെ എപ്പിസോഡ് ഈ പറഞ്ഞില്ല. പക്ഷേ ലാലേട്ടൻ അത് കാണിച്ചത് വേറൊരു ആംഗിളിൽ നിന്നൂടെ കാണിക്കാമായിരുന്നു. നമ്മൾ കണ്ട അതേ ആംഗിളിൽ നിന്ന് തന്നെയാണ് കാണിച്ചത്. അതുകൊണ്ട് നമുക്ക് നെവിൻ്റെ സൈഡിൽ നിന്നുള്ള ആംഗിൾ കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് അവിടെ എന്താ സംഭവിച്ചത് കൃത്യമായിട്ട് അറിയത്തുള്ളൂ. പക്ഷേ നെവിൻ തിരിഞ്ഞു എന്നുള്ള ആംഗിൾ തന്നെയാണ് ബുദ്ധിപൂർവ്വം ബിഗ് ബോസ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് ക്ലിയർ അല്ല. പക്ഷേ അപ്പുറത്തെ സൈഡിൽ നിന്ന്, അടുക്കളയുടെ സൈഡിൽ നിന്നുള്ള കാണിച്ചത് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമായിരുന്നു. പക്ഷേ അത് കാണിക്കാതെ പോയത് മനഃപൂർവ്വമായിരിക്കാം, ഒരു പക്ഷേ അല്ലായിരിക്കാം. എന്തായാലും കൊള്ളാം. അതിൻ്റെ കൂടെ നിന്ന് അനുമോൾ, അതായത് പട്ടാക്കേൾസാണ് ഏറ്റവും കൂടുതൽ അവിടെ മുതലെടുത്തതെന്ന് ലാലേട്ടൻ പറയാതെ പറഞ്ഞു. മനസ്സിലായോ? അതായത് അദ്ദേഹത്തെ കൊണ്ടുപോകേണ്ട ഈ 3 പെൺകുട്ടികൾ പിടിച്ചാൽ ഈ മനുഷ്യന്റെ ശരീരം പൊങ്ങില്ല. അനീഷ് മാത്രം പിടിച്ചിട്ടും കാര്യമില്ല. സാബുമാനെ വിളിക്കുന്നുണ്ട്, വേറെ ആരും തൊടണ്ടെന്ന് പറഞ്ഞ് അനുമോൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ അവിടെ പോസിറ്റീവ് നേടാൻ വേണ്ടിയിട്ട് കളിച്ചത് ഇവർ 3 പേരുമാണ്. പക്ഷെ അത് നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ അക്ബറും നെവിനും ആര്യനും ഒക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു, അതൊരു ഗെയിമാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നാടകമാണെന്ന് വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി അതല്ലാന്ന്. ഞങ്ങൾ സഹായിക്കാൻ ചെന്നപ്പം ഇവർ ഞങ്ങളെ സമ്മതിച്ചില്ല. പിടിക്കാൻ ചെന്നപ്പം ഈ പറഞ്ഞ അനുമോള് നിങ്ങൾ കൊല്ലാൻ തുടങ്ങിയതാന്നൊക്കെ പറഞ്ഞ, സത്യം പറഞ്ഞാൽ അതൊക്കെ അപ്പം അനുമോള് ചിരിച്ചു. ഇതൊക്കെ വലിയ വലിയ എക്സ്പ്രഷൻസ് അവിടെ നിന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു എക്സ്പ്രഷനൊക്കെ ഒന്ന് കാണേണ്ടതാണ്. വലിയ എന്തോ എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അതുപോലെ വലിയൊരു എക്സ്പ്രഷൻസ് ഒക്കെയാണ് കാണിച്ചത്. അപ്പം അതുപോലെ നെവിനോട് ചോദിക്കുന്നുണ്ട്, നീ പെട്ടിയും കിടക്കെ എടുത്ത് നാടകമാണെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പോൾ അനുമോളുടെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അനുമോൾ എപ്പോഴും എല്ലാവരെയും ഹരാസ് ചെയ്യുന്നത്. ഒരു അടി കൊടുത്താൽ നമുക്ക് ഇത്രയും വേഴയില്ല. അവരുടെ ആണത്വത്തെയും അല്ലെ സ്ത്രീത്വത്തെയും ആണത്വത്തെയും ഒക്കെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതൊരു പുരുഷനെ സംബന്ധിച്ച് അത് വലിയ കാര്യം തന്നെയാണ്, അല്ലേ? നീ ആണല്ലടാ, നീ ആണല്ലടാ, മറ്റേതാടാ, അതുപോലെ അക്ബറിനോട് നിനക്ക് നാറ്റവാടാ, മറ്റേതാടാ, നീ അങ്ങനത്തെ ഉള്ളത് മാത്രമാണ്. അത് ഒരു മനുഷ്യനെ ഏറ്റവും പഴുകുഴിലേക്ക് കൊണ്ടിടാൻ പാകത്തിനുള്ള വാക്കുകളാണത്. അനുമോളുടെ വായന അതല്ലാതെ വരികയില്ല. പണ്ട് സാരി കൊടുത്ത് ബോൾ പിടിക്കുന്ന ഒരു കേസിൽ ഷാനവാസ് പറഞ്ഞാൽ കറക്റ്റാണ്. ആ സാരി എങ്ങാനും അഴിഞ്ഞു പോയതെങ്കിൽ അനുമോളുടെ സാരി ഉരിഞ്ഞാണെന്ന് അനുമോൾ ഉറപ്പായിട്ട് പറഞ്ഞു വെപ്പിച്ചത്. അതുപോലെ ഇന്നലെ ഇരുന്ന ആ കാറിനകത്തുള്ള ടാസ്കിനകത്തും എന്തൊക്കെ ആരോപണങ്ങൾ, എന്തെല്ലാമൊക്കെ വേണേലും ചെയ്യാവുന്ന ഒരു ടാസ്ക് ആയിരുന്നു അത്. അതൊക്കെ ഒരു തരത്തിൽ രക്ഷപ്പെട്ടു.